ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആൻമേരി അലക്സാണ്ടർ. ഞാൻ 7 വർഷമായിട്ട് അബുദാബിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. നാട്ടിൽ കോട്ടയം ജില്ലയിൽ എരുവിമംഗല ഇടവകമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മറിയാമ്മ വർഗീസ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ മാരാമൺ ഇടവകയാണ്. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അൻമരിയെ നമ്മൾ ഇത്ര വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പം ഇതൊരു ഈശോയുടെ വിളിയാണെന്ന് നമുക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം അൻമരിയെ നേഴ്സിങ്ങിൽ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ നേഴ്സിങ്ങിലേക്ക് വന്നത്? ഞാൻ നേഴ്സിങ്ങിലേക്ക് വരാനായിട്ട് ഒട്ടും താല്പര്യമുള്ള ആളല്ലായിരുന്നു. +2 കഴിഞ്ഞതിന് ശേഷം നേഴ്സിങ്ങിനൊക്കെ പോയവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കേട്ടപ്പോൾ എനിക്കും നേഴ്സിങ്ങിലോട്ട് വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം എൻജിനീയറിങ്ങിലേക്ക് പോകാനായിരുന്നു, ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടം മെഡിക്കൽ എൻട്രൻസിന് ചേരാനായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ ഇഷ്ടപ്രകാരം മെഡിക്കൽ എൻട്രൻസിന് പോയി. അതിനുശേഷം ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത് ജനറൽ നേഴ്സിങ്ങിലായിരുന്നു. അവിടെ പഠിച്ചതിന് ശേഷം പോസ്റ്റ് BSc പോയി. പോസ്റ്റ് BSc പഠിച്ചുകൊണ്ടിരിക്കുമ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിത്തം. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ കരയുമായിരുന്നു, എനിക്ക് പറ്റില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ, എല്ലാ കാലവും ഉണ്ടാവും രോഗികൾ, ആശുപത്രികളും, അപ്പോൾ ഈ ജോലി എന്നും ഉണ്ടാകും, നീ ഇതിന് മുന്നോട്ട് പോയിക്കോ, നിനക്ക് എന്നും ഒരു ജോലി ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു, ശരിയാ, എന്നൊരു ജോലി ഉണ്ടാകുമല്ലോ. അങ്ങനെ ഞാൻ മുന്നോട്ട് പഠിക്കാൻ പോയി, നന്നായിട്ട് പഠിച്ച് പാസ്സാവുകയും ചെയ്തു. എനിക്കും ഏകദേശം ഇതുപോലെയുള്ള സാഹചര്യം തന്നെയായിരുന്നു. +2 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കുമല്ലോ ഭാവി എന്തായിത്തരണമെന്ന്. അപ്പോൾ എനിക്ക് ടീച്ചറാകാനായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ ഈ ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോഴേക്ക് എൻ്റെ അമ്മ പറഞ്ഞു, മോളെ നീ നേഴ്സിങ്ങിന് പോ. അൻമരിയുടെ അമ്മ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യം, ജോലി ലഭിക്കും, ഭാവിയെല്ലാം സുരക്ഷിതമാകും. പിന്നെ അമ്മ ഒത്തിരി വിഷമത്തോടു കൂടിയാണ് എന്നെ നിർബന്ധിച്ചത്. അപ്പോൾ അമ്മയുടെ ഈ വിഷമം കണ്ടും നിർബന്ധവും പിന്നെ അനുസരണത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം ഞാൻ നേഴ്സിങ്ങിന് പോകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മമാരാണ് കൂടുതലും ഇതിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുവന്നത്. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന്. അപ്പം നമ്മളെ ഈശോ ഇതിലേക്ക് തിരഞ്ഞെടുത്ത് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊന്നും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ BSc പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പോയി വരികയായിരുന്നു. ആ സമയത്താണ് എനിക്ക് കൂടുതലും പള്ളിയിലൊക്കെ പോകാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നത്. പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് കൂടുതൽ പ്രാർത്ഥനയിലേക്ക് ഞാൻ തിരികുകയായിരുന്നു ചെയ്തത്. ആ സമയങ്ങളിൽ ഈശോ എന്നെ കുറേ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ പള്ളിയിലേക്ക് എന്നും പോകുമായിരുന്നു. അന്ന് എൻ്റെ അപ്പായും അമ്മയും ജോലിക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ വീട്ടിലാരും നിർബന്ധിക്കുന്നില്ലായിരുന്നു എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, അങ്ങനെയൊന്നും നിർബന്ധിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ പള്ളിയിൽ പോകും, പ്രാർത്ഥനകളിൽ പങ്കെടുക്കും. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് തൊട്ടടുത്തൊരു കാർമൽ മഠം ഉണ്ടായിരുന്നു. ആ മഠത്തിൽ പോയി അവിടെ പ്രായമായവരും രോഗികളും ഒക്കെ ഉണ്ട്, അവരെ പോയി സന്ദർശിക്കുമായിരുന്നു. അവിടെ നിന്ന് സിസ്റ്റർമാർ ഞങ്ങൾക്ക് വായിക്കാനൊക്കെ ആയിട്ട് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ തരും. അപ്പോൾ അത് വായിച്ച് ആ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അതൊക്കെ വായിക്കാനായിട്ട്. എന്നിട്ടും എൻജിനീയറിങ്ങിന് പോകാനായിരുന്നു ഇഷ്ടമല്ലേ? എന്നാൽ ചെറുപ്പം മുതലേ ആൻമരിയനെ ഈശോ നേഴ്സിങ്ങിന് വേണ്ടിയാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടായിരുന്നു അതുപോലുള്ള സാഹചര്യങ്ങളിലെല്ലാം കൂടെ കൊണ്ടുപോയി ഒരുക്കിയത്. അതെ, അതുപോലെ തന്നെ എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്നത് ഒരു വൃദ്ധസദനത്തിലായിരുന്നു. അവിടെയും പ്രായമായൊരു രോഗികൾ, മാനസിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് അവധി കിട്ടുന്ന സമയങ്ങളിൽ അവിടെ നിൽക്കാൻ പോവുകയും അവരെ സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അപ്പ ജോലി ചെയ്തിരുന്ന ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ വീട്ടിൽ ഒറ്റ മോളായിരുന്നതുകൊണ്ട് വീട്ടിൽ എനിക്ക് ഇരിക്കാൻ മടിയായിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി അവിടെ രോഗികളെ കാണുകയും ഇടപഴകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഞാൻ നേഴ്സിംഗിലേക്ക് പോകണം എന്നുള്ളത്. തീർച്ചയായിട്ടും.
അപ്പം ഞാനും ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് അപ്പോഴും എൻ്റെ മനസ്സിൽ ടീച്ചറായിട്ട് തന്നെ തുടരണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞപ്പോഴത്തേനും പോസ്റ്റ് BSc എടുത്താൽ പിന്നീട് ടീച്ചറായി പോകാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ പോസ്റ്റ് BSc എടുത്തു. പോസ്റ്റ് BSc എടുത്തപ്പം കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടെല്ലാം വന്നപ്പോൾ അതിന് ലോൺ എടുക്കേണ്ടി വന്നു. അപ്പം ലോൺ എങ്ങനെയും വീട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം വിദേശത്തേക്ക് വരുവാണെന്നുള്ള ചിന്ത വന്നപ്പോഴത്തേന് ടീച്ചിങ്ങിൽ നിന്നുള്ളത് വിട്ടിട്ട് ഞാൻ വിദേശത്തേക്ക് വരാനായിട്ട് തീരുമാനമെടുക്കുകയും അബുദാബിയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഈശോയുടെ വലിയൊരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ടീച്ചിങ് അല്ല, നേഴ്സിംഗ് തന്നെയാണ് എനിക്ക് വെച്ചിരിക്കുന്ന വിളി എന്നുള്ളത് ഈശോയുടെ വലിയ തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ നാട്ടിൽ പോസ്റ്റ് BScക്കും അതുപോലെ ജനറൽ നേഴ്സിംഗ് വർക്ക് ചെയ്തപ്പോഴെല്ലാം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ളൊരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിൽ. അതുപോലെ എല്ലാ നഴ്സുമാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈശോ ഒരുക്കിക്കൊണ്ട് വന്നത്. എന്നാൽ അബുദാബിയിലേക്ക് വന്നപ്പോൾ കുറച്ച് വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരുന്നു. ജോലി വളരെ അപരിചിതമായിട്ടൊരു സാഹചര്യമായിരുന്നു. ഒത്തിരി പിരിമുറക്കമുള്ള ജോലിയായിരുന്നു. അപ്പോൾ കുറച്ച് പ്രാർത്ഥനയിൽ നിന്നൊക്കെ പുറകിലോട്ട് പോയതുപോലെ, ദൈവാനുഭവത്തിൽ നിന്ന് കുറച്ച് പുറകിലോട്ട് പോയതുപോലെയല്ല എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തു. അപ്പോൾ ആ തോന്നൽ വന്നു തുടങ്ങിയപ്പോഴത്തേന് എങ്ങനെയും ആ ഈശോയിലേക്ക് തിരിച്ചു വരണം, പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം വന്നു. അങ്ങനെ ആഗ്രഹിച്ചിരുന്നത് ഈശോ അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴി നേഴ്സസിൻ്റെ കൂട്ടായ്മയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു 1 ഡേ റിട്രീറ്റിൽ ഞാൻ പങ്കെടുക്കുകയും അതൊരു വലിയ ദൈവാനുഭവമായിരുന്നു കേട്ടോ. എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു ദൈവ സാന്നിധ്യവും ഈശോയോടുള്ള ആ സ്നേഹവും അടുപ്പവും എല്ലാം ആ ഒരു കൂട്ടായ്മയിലൂടെ ആ ഒരു റിട്രീറ്റിലൂടെ എനിക്ക് തിരിച്ചു കിട്ടുകയായിരുന്നു. പിന്നെ ഓരോ ദിവസവും കൂട്ടായ്മയിൽ കൂടുകയും കൂടുതൽ വചനം കേൾക്കുകയും ചെയ്തപ്പോഴത്തേനും ഇതൊരു ജോലി മാത്രമല്ല, ശരിക്കും ഈശോ തിരഞ്ഞെടുത്ത് ആക്കിയതാണെന്നുള്ള വലിയ ബോധ്യം ഉള്ളിലേക്ക് വരികയായിരുന്നു. ആൻമരി എങ്ങനെയാണ് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നത്? ഞാൻ 2020-2021 കാലഘട്ടങ്ങളിൽ കോവിഡ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ മോൾക്കൊരു 2.5 വയസ്സ്. അപ്പം ഞങ്ങൾ അവളുടെ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞു. അവളുടെ 2 കാലിൻ്റെയും ഇടുപ്പിൽ ജോയിൻറ്റിലല്ലായിരുന്നു, 2 തെന്നി മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു സർജറി മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. മോളുടെ കാല് ചെറിയ പ്രായം, അവൾക്ക് സർജറി ചെയ്യണം. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്കിന് ഡോക്ടർമാർ പറഞ്ഞു ഇതിന് ഇൻഷുറൻസ് അപ്രൂവൽ വിടണം എന്ന് പറഞ്ഞു. ഇൻഷുറൻസ് അപ്രൂവൽ അയച്ചിട്ട് എല്ലാം റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ മോൾക്ക് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടായെന്ന് ഞങ്ങൾ അന്നേരം തിരിച്ചറിഞ്ഞു. ഇൻഷുറൻസ് ഇല്ലാതെ സർജറി ചെയ്യണമെങ്കിൽ വളരെയധികം ഭീമമായ തുക നമ്മൾ ചിലവാക്കേണ്ടി വരും. പല ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഇത് തന്നെയായിരുന്ന അവസ്ഥ, ഇൻഷുറൻസ് റിജക്റ്റ് ആവുന്നു. അപ്പോൾ ഒത്തിരിയധികം വിഷമിച്ചിരുന്ന ആ സമയത്ത് ഞാനിങ്ങനെ പള്ളിയിൽ വന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴി നേഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുകയും മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുകയും അതുപോലെ എൻ്റെ പ്രാർത്ഥനാ സഹായം ഞാൻ അവിടെ ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ നഴ്സുമാരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അതുകൂടാതെ ഞാനൊരു വചനം എടുത്ത് അത് ഹൃദയസ്ഥമാക്കി എല്ലാ ദിവസവും എഴുതാൻ തുടങ്ങി. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം അങ്ങ് ഉറച്ചു വിശ്വസിച്ച് ഞാനതങ്ങ് എഴുതാൻ തുടങ്ങി. അതുകൂടാതെ ഞാൻ ബൈബിൾ വായനയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി. കാരണം ആദ്യമൊക്കെ ഞാൻ ബൈബിളൊന്നും അങ്ങനെ എല്ലാ ദിവസവും വായിക്കത്തില്ലായിരുന്നു. ഇതിനുശേഷം ഞാൻ കൂടുതൽ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ അത്ഭുതം എന്ന് പറയട്ടെ, മോളുടെ ആ സർജറിക്ക് അപ്രൂവൽ വന്നു. വളരെയധികം സന്തോഷമായിരുന്നു ആ സമയത്ത് മനസ്സിൽ. സർജറിയുടെ ഡേറ്റ് തീരുമാനിച്ചു. ഒരു നവംബർ 30-ാം തീയതി ആയിരുന്നു. അന്ന് ഒരു സൈഡ് വലതുവശത്തെ കാലിൻ്റെ സർജറി നടന്നു. പക്ഷെ അന്നായിരുന്നു എൻ്റെ ജോലിയുടെ ലാസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ ജോലിയും കഴിഞ്ഞു. മോളുടെ സർജറി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അവളിങ്ങനെ കിടപ്പായിരുന്നു, പ്ലാസ്റ്റർ ഇട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ സർജറി കഴിഞ്ഞതിൻ്റെ ഒരു വിഷമമുണ്ട്, പിന്നെ എനിക്ക് ജോലി പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെ പോകും, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. മോളുടെ 2ാമത്തെ സർജറി 3 മാസത്തിന് ശേഷമാണ് നടന്നത്, ഇടത്ത് വശത്ത്. ഇത് രണ്ടും നടന്നതിന് ശേഷം മോളിങ്ങനെ കിടപ്പാണല്ലോ പ്ലാസ്റ്റർ ഇട്ടിട്ട്. അപ്പോൾ അവളെ ഏത് നേരം അവളുടെ കൂടെ ഉണ്ടാവണം നമ്മൾ. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ കിടക്കുന്നതല്ലല്ലോ, അവരെപ്പോഴും ഓടി നടക്കുന്ന പ്രായത്തിലാണ്. അപ്പോൾ അവൾക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായി. ഇങ്ങനെ കിടക്കുമ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എപ്പോഴും അവളുടെ കൂടെ നിന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഈശോ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഈ സമയത്ത് നീ മോളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ജോലിക്ക് പോകണ്ട, മുഴുവൻ സമയവും മോളുടെ കൂടെ ഇരുന്ന് അവളെ ശുശ്രൂഷിക്കുക എന്നതായിരുന്നു ഈശോയുടെ പദ്ധതി. ശരിക്കും ഇതിനേക്കാൾ ഒരു നല്ലൊരു പദ്ധതി ആൻമരിക്ക് വേണ്ടി ഈ സമയത്ത് തരാനില്ല. തുടക്കത്തിൽ നമുക്കൊരു വിഷമമായിട്ട് തോന്നുമെങ്കിലും അത് ഈശോ എല്ലാം നന്മയ്ക്കായിട്ടാണ് ഈശോ എല്ലാം ഒരുക്കി വെച്ചത്. അതെ, അതുപോലെ തന്നെ ഏകദേശം 4 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് വേറൊരു ജോലി പെട്ടെന്ന് തന്നെ, ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ജോലിക്ക് ഓഫർ വരികയും ഞാൻ ജോയിൻ ചെയ്യുകയുണ്ടായത്.
അപ്പോഴാണ് ഞാൻ ഈശോയുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കിയത്. ഞാൻ തളർന്ന് വീഴാൻ പോയ ഒരു സമയത്ത് എന്നെ പെട്ടെന്ന് കൈ പിടിച്ച് ഉയർത്തുകയായിരുന്നു ചെയ്തത്. ഇതുപോലെ എനിക്കൊരു അനുഭവമുണ്ട്. നമ്മൾ നേഴ്സസ് കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണല്ലോ ഇതൊരു വലിയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലായത്. അപ്പം നമ്മൾ ജോലിക്ക് പോകുമ്പോഴും വളരെ വ്യത്യസ്തമായ ഒരു മനോഭാവത്തോടു കൂടിയാണ് ജോലിക്ക് പോകുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ കൂടുതലും നേഴ്സുമാർക്ക് രോഗികളോട് സംസാരിക്കാനുള്ള സമയം കുറവാണ്. കാരണം രോഗി വരുന്നു, അനസ്തേഷ്യയിലേക്ക് മാറുന്നു, രോഗി ഉറങ്ങുകയാണ്. അപ്പം നമുക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പം ഒരു രോഗിയെ ഞാൻ ശ്രദ്ധിച്ചു. പലതവണയായിട്ട് ഈ രോഗി ഞാൻ ഡ്യൂട്ടിയിലുള്ളപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് ചെറിയ ചെറിയ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. പലതവണ വന്നപ്പോൾ ഞാൻ ഈ രോഗിയെ ശ്രദ്ധിക്കുകയും ഈ രോഗിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം ജയിലിൽ നിന്നാണ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. ഒരു മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറ്റത്തിന് ജയിലിൽ അകപ്പെടുകയും അവിടെ വെച്ച് ഈ രോഗി വളരെ സിക്കാവുകയും ICUയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുകയായിരുന്നു. ഇദ്ദേഹം ഒരു അബോധാവസ്ഥയിലേക്ക് പോവുകയും ശരിക്കും ഇദ്ദേഹത്തിനൊരു മേജർ സർജറി ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഇദ്ദേഹത്തിനൊരു 40 വയസ്സുകൾക്കുള്ളിൽ മാത്രമേ പ്രായമുള്ളൂ. എന്നാൽ ഈ മേജർ സർജറി ചെയ്യാനായിട്ട് ഇദ്ദേഹം ഫിറ്റല്ല. പകരം ഈ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രക്യോസ്റ്റമി ചേഞ്ച് അതുപോലുള്ള പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേന് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഈ രോഗി വളരെ ക്രിട്ടിക്കലായി. ഈ രോഗി മരിക്കും എന്നുള്ള നിലയിലെത്തി ടീമെല്ലാം മരിക്കും എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഈ ടീമെല്ലാം നിൽക്കുന്നത്. ആ സമയത്ത് ഉള്ളിലേക്ക് എനിക്കൊരു ബോധ്യം വരികയാണ്, ഈശോയെ, ഈ രോഗി എൻ്റെ മുമ്പിൽ പല തവണയായിട്ട് വന്നപ്പോൾ ഈശോ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇത്രയും ചെറുപ്പത്തിലുള്ള ഒരു രോഗി, പിന്നെ ഇതുപോലെയുള്ള ജയിലിൽ നിന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, പാപത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ ആയിരിക്കുന്നത്. ഇവർക്കെല്ലാം ഈശോയുടെ കരുണ അർഹിക്കുന്നുണ്ട്. അപ്പം എനിക്കെന്തോ ചെയ്യാനുണ്ടെന്നുള്ളൊരു ബോധ്യം വന്നപ്പോൾ ഞാൻ ആ നിമിഷം ആ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോയെ കരുണയായിരിക്കണം, നീ സൗഖ്യം കൊടുക്കണമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം ആ രോഗിക്കൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം ആ പ്രൊസീജിയർ കഴിഞ്ഞ് തിരിച്ച് ICUയിലേക്കാക്കി. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഈ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഈ മേജർ സർജറി ചെയ്യാനായിട്ട് ഈ ടീം റെഡിയാവുകയായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഈ മേജർ സർജറി ചെയ്തു. വളരെ പെട്ടെന്നായിരുന്നു ഈ രോഗിയുടെ റിക്കവറി. ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രക്യോസ്റ്റമി ആയിരുന്ന ഈ രോഗി, കിടക്കയിൽ മാത്രം ഇരുന്നിരുന്ന രോഗി കസേരയൊക്കെ എഴുന്നേറ്റിരിക്കുകയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി പോവുകയും ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. ഇതെനിക്കൊരു വലിയൊരു ബോധ്യമായിരുന്നു. കാരണം നമ്മളുടെ ഒരു വിളി ഒരുപാട് വലുതാണ്. നമുക്ക് മാത്രമേ ഇതുപോലുള്ള എല്ലാ രോഗികളുടെ അടുത്തേക്ക് ചെല്ലുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് വരികയായിരുന്നു. നമ്മളുടെ അടുത്ത് പലതരത്തിലുള്ള രോഗികൾ എത്തിപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ഈശോയുടെ ഒരു പദ്ധതിയാണ് നമ്മൾ അവരോട് സംസാരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ മറിയാമ്മയിലൂടെ ഈശോ ആ പദ്ധതി പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അവിടെ ഞാൻ ഇതുപോലെ ഡൽഹിയിൽ 2 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ജോലിക്ക് കയറുന്നത്. ആ സമയത്ത് ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ വാർഡായിരുന്നു. അവിടെ രോഗികൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന രോഗികളായിരുന്നു. അവരുടെ ശരീരത്തിൽ കൂടെ മുഴുവനും ട്യൂബ്, ഡ്രെയിൻ, കൊളോസ്റ്റമി ബാഗുകൾ, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ രോഗികൾ കിടക്കുന്നത്. അപ്പം ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു മാനസികമായിട്ടൊരു വിഷമം. നമ്മൾ നേഴ്സുമാരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, അതെല്ലാം വൃത്തിയാക്കേണ്ടതും അതുപോലെ ഈ ഡ്രെയിനും യൂറിൻ അതെല്ലാം empty ആക്കുന്നത് എല്ലാ നഴ്സുമാരാണ്. അപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, മടുപ്പായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് ശക്തി പകർന്നത് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള വിശുദ്ധരുടെ ജീവചരിത്രങ്ങളായിരുന്നു. അതിലെനിക്ക് ഓർമ്മ വരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ആദ്യം കുഷ്ഠരോഗികളുടെ അടുത്ത് പോകുമ്പോൾ വെറുപ്പോടെയായിരുന്നു സമീപിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വായിച്ചതിലുള്ള ആ ഒരു ബോധ്യം എന്നെ വളരെയധികം ശക്തിപ്പെടുത്തി. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് എന്നെ അതിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ മുന്നോട്ട് നയിച്ചു. അവിടെ ഈശോ തന്നെ വചനത്തിലൂടെ പറയുന്നുണ്ടല്ലോ, മത്തായി 25:40, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈശോ തന്നെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് ഇതുപോലുള്ള രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ. എനിക്ക് മറ്റൊരനുഭവം പറയാനുണ്ട്. ഞാൻ ഇതുപോലെ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ICUയിൽ ഒരു പെൺകുട്ടി അഡ്മിറ്റ് ആയതായിട്ട് ഞാൻ അറിയുകയാണ്. ഏകദേശം 30 വയസ്സുകളിൽ പ്രായമുള്ളവളാണ്. ഇവൾക്ക് ഒരു ഇൻഫെക്ഷന് ശേഷം ഇവൾക്ക് ഹാർട്ടിന് ഇൻഫെക്ഷൻ ബാധിക്കുകയും ഹാർട്ട് ഫെയിലറും തുടർന്ന് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഫെയിലറായി ഇവൾ 1-2 ദിവസത്തിനുള്ളിൽ മരിക്കുക എന്നുള്ളൊരവസ്ഥയിൽ വെന്റിലേറ്ററിലായിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ തന്നെ വളരെ അഭിഷേകം ഉള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കാം, ഇവൾ ജീവിച്ചു വരണം, ഇവൾ ജീവിച്ച് ദൈവം ഇവളോട് കരുണ ചെയ്ത് ഇവൾ ജീവിച്ച് വരണം എന്നുള്ളൊരിതിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോയി.
അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പൊതുവേ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും മൗനമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജീവൻ്റെ രക്ഷ മാത്രമല്ല പ്രധാനം, ആത്മാവിൻ്റെ രക്ഷയും കൂടെയാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ വീടുകളിലേക്ക് പിരിഞ്ഞുപോയി. അന്ന് രാത്രി ശരിക്കും ഈ മകള് ICUവിൽ വെച്ച് മരിക്കുകയുണ്ടായി. പിറ്റേ ദിവസം വന്നപ്പോഴത്തേനും ഞാൻ ഈ മരിച്ച വിവരം ഈ സുഹൃത്തിനോട് പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വീട്ടിലായിരുന്ന സമയത്ത് തലേ ദിവസം ഈ രോഗി മരിച്ചെന്നറിയുന്നില്ല, പക്ഷേ ഈ രോഗിയുടെ ആത്മാവ് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് വീട്ടിലായിരുന്നപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അത് എനിക്ക് വലിയൊരു പുതിയൊരു അറിവായിരുന്നു. ശരിക്കും ഞാൻ അപ്പോൾ മനസ്സിലാക്കി, ഒരു ശരീരത്തിൻ്റെ സൗഖ്യത്തെക്കാളും ജീവൻ്റെ തിരിച്ചുവരവിനേക്കാൾ കൂടുതലും ഈശോ ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ്. വിശുദ്ധ ഫൗസ്റ്റീനിലൂടെ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, മരണാസന്നരായ ഓരോ രോഗിയും എൻ്റെ കരുണ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ശരിയാണ് മറിയാമ്മേ. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഒരു പേഷ്യൻറ്റിനെ അടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആ പേഷ്യൻ്റ് പറഞ്ഞത്, സിസ്റ്റർ എൻ്റെ അടുത്ത് വരുന്നത് എപ്പോഴും ഇഞ്ചക്ഷൻ തരാനോ മരുന്ന് തരാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ശരിയാ, നമ്മൾ ഈ തിരക്കിൻ്റെ സമയത്ത് അവരുടെ അടുത്ത് വേഗം ഇഞ്ചക്ഷനും മരുന്നും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോകുന്നത്. എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ മിക്കവരും ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കുറച്ച് സമയം അവരോടൊന്ന് സംസാരിക്കുകയോ അവരൊന്ന് തലോടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായി, എത്ര ദേഷ്യപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും നമ്മളൊരു കുറച്ച് സമയം അവരോട് സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ശാന്തരാകുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ കിടപ്പ് രോഗികളുണ്ടാവും, അവരെ ചിലപ്പോൾ ആരും കാണാൻ വരുന്നുണ്ടാവില്ല. നമ്മൾ നഴ്സുമാർ മാത്രമാണ് അവരാകെ കാണുന്നത് നഴ്സുമാരെയാണ്. അപ്പോൾ ഈ നമ്മൾ ചെന്നിട്ട് അവരോട് സംസാരിക്കുകയോ അവരോട് പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ശാരീരിക സൗഖ്യത്തെക്കാളും അവർക്കൊരു മാനസികമായിട്ടൊരു സൗഖ്യമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈശോ അതുമാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവരോട് കരുണ കാണിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരുടെ മാനസികവും ശാരീരികവും ആത്മീയമായിട്ടുള്ള സൗഖ്യം, അതുതന്നെയല്ലേ ഈശോ നമ്മളിൽ നിന്ന് അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് അനുഭവിക്കാൻ, ഈശോയുടെ ആ സ്നേഹം അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചില രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു തോന്നലുണ്ടാകും. ഇതുപോലൊരു ദിവസം ഞാൻ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് രോഗികളെ കിടത്തുന്ന ഒരു സ്ഥലത്ത് കുറച്ച് നേരം നിൽക്കാനായിട്ട് അവിടുത്തെ സിസ്റ്റർ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ആ രോഗിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേന് അവളൊരു വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു ലേഡിയായിരുന്നു. അപ്പം ഇവളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവളുടെ ശരീരത്തിലുള്ള എല്ലാ ബോണുകളും തന്നെ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ട് ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിലാണ്, വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഈ പെൺകുട്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇവളുടെ ശരീരം മുഴുവനും വളരെ പല രീതിയിലുള്ള ടാറ്റുവിങ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് പ്രത്യേക രീതിയിലുള്ള ചില ടാറ്റുകളായിരുന്നു. ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ ഉള്ളിലൊരു വലിയൊരു തോന്നൽ വരികയാണ്, ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈശോ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഈശോ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ ഉള്ളിലേക്കൊരു തോന്നലുണ്ടാവുകയും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവളോട് പറയുകയും ചെയ്തു. അവൾ അൺകോൺഷ്യസ് ആയിരുന്നു, പക്ഷേ അവളോട് പറയുകയും ചെയ്തു, ഈശോ ആണ് നിന്നെ രക്ഷിക്കുന്നത്, ഈശോ ആണ് നിൻ്റെ രക്ഷകൻ എന്നുള്ള രീതിയിൽ അവളോട് പറയുകയും ചെയ്തു. കരുണയുടെ ജപമാലയുടെ ഏതാനും മണികൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് വലിയൊരു പ്രചോദനം എൻ്റെ ഉള്ളിലേക്ക്, ഞാൻ പോലും വിചാരിച്ചില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന്. പക്ഷേ ആ സാഹചര്യത്തിൽ വലിയ ആ ഒരു പ്രചോദനത്തിൽ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും ഈശോ അവളുടെ ജീവിതത്തിൽ ഇടപെടും. കാരണം നമ്മൾ അവളെ കാണുന്നില്ലെങ്കിലും ഈശോ അവളെ തീർച്ചയായിട്ടും ഇടപെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ചില പ്രത്യേക സമയങ്ങളിൽ നമുക്കൊരു ഉൾപ്രേരണ ഉണ്ടാവും ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ആ സമയം നമ്മൾ ആ സന്ദർഭം ഒഴിവാക്കാതെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോ അവിടെ ഇടപെടും. അപ്പോൾ അവരെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഓരോ നേഴ്സുമാരും നേഴ്സായി തീർന്നിരിക്കുന്നത് ഈശോയുടെ വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണെന്ന്. അപ്പം നമുക്കറിയാം, ഈ നേഴ്സിംഗ് വളരെ ഭാരമുള്ളതും പിരിമുറുക്കം നിറഞ്ഞതുമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈശോയെ ഉള്ളിൽ വഹിക്കുന്ന ഒരു നേഴ്സ് ഇതൊരു തിരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഓരോ രോഗികളുടെയും അടുത്തേക്ക് പോകുമ്പോഴേക്ക് ജോലി വളരെ ഭാരം കുറഞ്ഞതും ആശ്വാസം നൽകുന്നതും ലക്ഷ്യമുള്ളതുമായിട്ട് മാറുന്നു. മത്തായി സുവിശേഷത്തിൽ പറയുന്നത് പോലെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതും ആകുന്നു. നമുക്ക് ഈ സമയം ലോകത്തിലുള്ള എല്ലാ നഴ്സുമാരെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാലോ? തീർച്ചയായിട്ടും. കാരുണ്യവാനായ ഈശോയെ, ലോകം മുഴുവനുള്ള എല്ലാ നേഴ്സുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സമയത്ത് യുദ്ധഭൂമിയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെയും പകർച്ചവ്യാധികളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സുമാരെയും അതുപോലെ തന്നെ വളരെ ഭാരപ്പെട്ട രീതിയിൽ
മാനസിക പിരിമുറുക്കത്തോടു കൂടിയും ജോലി ചെയ്യുന്ന എല്ലാ നേഴ്സുമാരെയും ഈശോയെ അവിടുത്തെ സന്നദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഈശോയെ നിന്നെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഓരോ നേഴ്സുമാരും ഇതൊരു വലിയ തിരഞ്ഞെടുപ്പാണ്, വലിയ വിളിയാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഈശോയെ ഓരോരുത്തരും രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള കൃപ ലഭിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലോകമെമ്പാടുമുള്ള എല്ലാവരിലേക്കും ഈശോയുടെ കരുണ ഒഴുകുന്നതിനുള്ള കൃപയ്ക്കായി എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.